നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 മുതൽ അങ്ങോട്ടേക്കുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ മുന്നിൽ കൃത്യമായ വ്യക്തമായ രൂപരേഖയുണ്ട്. ഓരോ ടീമും എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, ഓരോ ഘട്ടത്തിലെയും അവരുടെ എതിരാളികൾ ആരൊക്കെയാവാം. അതായത് പഴയ സമവാക്യങ്ങളൊക്കെ വായിച്ചു കളയാം, പുതുക്കിയ സമവാക്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് വെച്ച് വേണം ഇനിയുള്ള അനാലിസിസ്. ഇപ്പൊ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നു ബാഴ്സയ്ക്ക് ഇത് ലക്കി ഡ്രോയാണ്, എളുപ്പമുള്ള പാത്താണ് ഫൈനലിലേക്ക് എന്നൊന്നും ഒന്ന് മനസ്സ് വെച്ചാൽ ബാഴ്സയ്ക്ക് ഫൈനലിലേക്ക് എത്താവുന്നതേ ഉള്ളൂ എന്ന്. കാര്യങ്ങൾ ഈസിയാണോ ബാഴ്സയ്ക്ക് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഇവിടെ ഉയരുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ പവർ റാങ്കിങ്. ഈ ഫിക്സർ പുറത്ത് വന്നതിന് ശേഷം goal.com അവതരിപ്പിക്കുന്ന പവർ റാങ്കിങ്. ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത? നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും താഴ്ന്ന പവർ റാങ്കിങ് കൊടുക്കുക ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യതയുള്ള ടീമിനായിരിക്കും. 16ാം സ്ഥാനത്ത് ബെൻഫിക്ക. പവർ റാങ്കിങ്ങിൽ 16ാമത് ബെൻഫിക്ക എന്ന് പറയുമ്പോൾ ബെൻഫിക്കയ്ക്ക് റൗണ്ട് ഓഫ് 16 ഏറ്റുമുട്ടാനുള്ളത് ബാഴ്സലോണയ്ക്കെതിരെയാണ്. അവർ ബാഴ്സയെ മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് 16ാം സ്ഥാനം വരുന്നത്. 15ാം സ്ഥാനത്താണ് ഫെയനൂർദ്. ഫെയനൂർദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റൗണ്ട് ഓഫ് 16 ഇന്റർ മിലാനെയാണ് നേരിടേണ്ടത്. മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഇന്ററിനോട് അവർ വിജയിക്കുമെന്ന് പലരും ഇപ്പോൾ കണക്ക് കൂട്ടുന്നില്ല. 14ാം സ്ഥാനത്താണ് മറ്റൊരു ഡച്ച് ക്ലബ്ബായിട്ടുള്ള PSV ഐന്തോവൻ ഉള്ളത്. PSV ഐന്തോവനെ സംബന്ധിച്ചിടത്തോളം ആഴ്സണലാണ് എതിരാളികൾ. ഇംഗ്ലീഷ് വമ്പന്മാരോട് അവർ മുട്ടി നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയണം. 13ാം സ്ഥാനത്താണ് ക്ലബ് ബ്രൂഗെ ഉള്ളത്. ക്ലബ് ബ്രൂഗയെ സംബന്ധിച്ചിടത്തോളം അവർ അറ്റ്ലാന്റയെ ഒക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കയറി വന്ന ടീമാണ്. അവർക്ക് റൗണ്ട് ഓഫ് 16 ആസ്റ്റൺ വില്ലയാണ് എതിരാളികൾ. 12ാം സ്ഥാനത്ത് ലില്ലി OSC വരുന്നു. ലില്ലി OSCയുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് ആണ്. ഡോട്ട്മുണ്ടിനെ അവർ മറികടക്കുമോ അക്കാര്യം കണ്ടറിയേണ്ട കാര്യമാണ്. 11ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട്. സോ ബൊറൂസിയ ഡോട്ട്മുണ്ടും അതുപോലെ ലില്ലി OSCയും തമ്മിലുള്ള പോരാട്ടം എന്താവും കാത്തിരുന്ന് കാണാം. 10ാം സ്ഥാനത്താണ് ആസ്റ്റൺ വില്ല വരുന്നത്. ആസ്റ്റൺ വില്ലയുടെ എതിരാളികളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അത് മറ്റാരുമല്ല, ക്ലബ് ബ്രൂഗെയാണ്. ആസ്റ്റൺ വില്ല റൗണ്ട് ഓഫ് 16 നേരിട്ടെത്തിയ ടീമായിരുന്നു. അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് മിക്കവരും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. 9ാം സ്ഥാനത്താണ് ആഴ്സണൽ ഉള്ളത്. PSV ഐന്തോവനുമായിട്ട് റൗണ്ട് ഓഫ് 16 കളിച്ചവർക്ക് മുന്നോട്ട് കടന്നാൽ റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരത്തിൽ വിജയികളെയാണ് നേരിടേണ്ടത്. അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും 9ാം സ്ഥാനത്താണ് ആഴ്സണൽ ഉള്ളതെങ്കിൽ 8ാം സ്ഥാനത്താണ് പാരീസ് സെന്റ് ജർമ്മൻ. PSG ഇപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണെങ്കിലും ലിവർപൂൾ ആണ് അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. അവരെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു തീ പറക്കുന്ന പോരാട്ടം നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു. 7ാം സ്ഥാനത്ത് പവർ റാങ്കിൽ 7ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക് ആണ്. ബയേൺ മ്യൂണിക്കിന്റെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ ബയർ ലെവർക്യൂസൻ ആണ്. അതൊരു തീപ്പൊരി പോരാട്ടമായിരിക്കും. ബുണ്ടസ് ലീഗിൽ നമ്മൾ കാണുന്ന പോരാട്ടം ഇതാ യുവേഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് കൂടി വരുന്നു എന്നർത്ഥം. 6ാം സ്ഥാനത്താണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് വരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എതിരാളികൾ റയൽ മാഡ്രിഡ് ആണല്ലോ. ഒരു മാഡ്രിഡ് ഡെർബി, തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കുന്നു. റയലിന്റെ UCL മികവ് കൂടി വെച്ച് നോക്കുമ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കാണ്. 5ാം സ്ഥാനത്താണ് ബയർ ലെവർക്യൂസൻ. ബയൺ മ്യൂണിക്കുമായിട്ടാണ് അവർക്ക് റൗണ്ട് ഓഫ് 16 പോരാട്ടം. പലരും അവർ മുന്നോട്ട് കടക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. 4ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ. മുന്നും ഫോമിലുള്ള ഇന്റർ മിലാൻ വളരെ അനായാസം ഫെനൂർദുമായിട്ട് വിജയിച്ചേറുമെന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ വന്നാൽ അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ ബയൺ മ്യൂണിക് വേഴ്സസ് ബയർ ലെവർക്യൂസൻ കളിയിലെ വിജയികളോട് വേണം ഏറ്റുമുട്ടാൻ. അത് അത്ര എളുപ്പമായിരിക്കില്ല. 3ാം സ്ഥാനത്താണ് ലിവർപൂൾ ഉള്ളത്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ റൗണ്ട് ഓഫ് 16 പോരാട്ടം അത്ര എളുപ്പമല്ല. പാരീസ് സെന്റ് ജർമ്മനെതിരെയാണ്. പക്ഷെ നിലവിലെ ലിവർപൂളിന്റെ ഫോം വെച്ച് അവർ PSG മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മറികടന്നാൽ അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ ക്ലബ് ബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ല മത്സരത്തിലെ വിജയികളെയാണ് നേരിടേണ്ടത്. അത് അത്ര വലിയ പ്രശ്നമില്ലാതെ ലിവർപൂൾ മറികടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കിരീട സാധ്യതയിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ റയൽ മാഡ്രിഡ്. പ്ലേ ഓഫ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കിയിരുന്നത് റയൽ മാഡ്രിഡിനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ഡ്രോ നോക്കുക അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ടാണ്. അതൊരൽപ്പം ഡിഫിക്കൽട്ടുള്ള പാത്താണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് 2ാം സ്ഥാനം വരുന്നത്. 1ാം സ്ഥാനം ഇപ്പൊ ഏറ്റവും പുതുക്കിയ പവർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനം വരുന്നത് FC ബാഴ്സലോണക്കാണ്. കാരണം ബാഴ്സക്ക് താരതമ്യേന ഈസി പാത്താണ് ഫൈനലിലേക്ക് വരെ പോവുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പലരും ലക്കി ഡ്രോ എന്ന് പറയുന്നത്. ബെൻഫിക്കയാണ് അവരുടെ റൗണ്ട് ഓഫ് 16 എതിരാളികൾ. അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ ഡോട്ട്മുണ്ട് വേഴ്സസ് ലില്ലി OSC മത്സരത്തിലെ വിജയികളാണ്. അതും ബാഴ്സയുടെ നിലവിലെ ഫോം വെച്ച് ബുദ്ധിമുട്ടില്ലാതെ മറികടന്ന് പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ
ഫെനൂർദ് വേഴ്സസ് ഇന്റർ, ലെവർക്യൂസൻ വേഴ്സസ് ബയൺ മ്യൂണിക് മത്സരത്തിലെ വിജയികളോടായിരിക്കും അവർക്ക് സെമി ഫൈനൽ വരിക. സോ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർ മുന്നോട്ട് പോകുമെന്ന് കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ അവർക്കാണ് ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ goal.com കാണുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.